എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. മാർച്ച് മാസത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ വന്നു. വലിയ ആകാംക്ഷയോടെ നമ്മൾ ഈ 3-ാം മാസം പ്രതീക്ഷകളോടെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ഇന്നുവരെയും ഇല്ലാത്ത പല നന്മകൾ നമ്മൾ കാണും. ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്ന്. സങ്കീർത്തനം 27-13 വാക്യമായിരിക്കും. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ കാണും. ഇങ്ങനെ പറയണം. ആ വാക്യത്തെ എടുത്തിട്ട് ഇങ്ങനെ പറയണം, ഞാൻ മാർച്ച് മാസം കർത്താവിൻ്റെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. അതിൻ്റെ അർത്ഥം ഈ മാർച്ച് മാസം ഞാൻ വലിയ നന്മകൾ കാണും, വലിയ അനുഗ്രഹങ്ങൾ കാണും. ഒരു പ്രത്യേക സന്തോഷ വാർത്തയുള്ളത്, നാളെ ഞായർ നമ്മുടെ രാവിലെ 8 മണിക്കുള്ള സഭായോഗത്തിൽ കർത്താവിൽ പ്രസിദ്ധനായ വർഷിപ്പ് ലീഡർ തങ്കസെൽവം കുടുംബമായിട്ട് നമ്മുടെ പ്രൈസ് ജനറേഷൻ ചർച്ചിലുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും അതിശക്തമായി ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷിപ്പ് ലീഡറാണ്. യൂട്യൂബിൽ തങ്കം സെൽവം എന്ന ആ പേരിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാം അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആരാധന ഗീതങ്ങൾ. അതുകൊണ്ട് ആരും തന്നെ ആ സഭായോഗത്തെ, നാളത്തെ സഭായോഗം നഷ്ടപ്പെടുത്തരുത്. അതൊരു വലിയ ഉത്സവമായിരിക്കും. ഞങ്ങളെല്ലാം വളരെയധികം പ്രതീക്ഷയോടെയാണ് ആ മീറ്റിങ്ങിനെ കാത്തിരിക്കുന്നത്. അതായത് ഈ മാസം വലിയ ആകാംക്ഷകളോടെ, വളരെ പ്രതീക്ഷകളോടെ വലിയ കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്ന മാസമാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ വിലപ്പെട്ട ദൈവദാസൻ, ഈ വർഷിപ്പ് ലീഡർ നമ്മുടെ സഭയിൽ വരുന്നത്. അത് നമുക്കൊരു വലിയ പദവിയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. എല്ലാവരും അതിരാവിലെ തന്നെ ആ മീറ്റിങ്ങിൽ നേരത്തെ വന്നിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഇന്ന് നമുക്ക് പാടി യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ പാടി മഹത്വപ്പെടുത്താം. ജ്ഞാനവനുള്ളം കയ്യിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ജ്ഞാനവനുള്ളം കയ്യിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം. നിന്യമാണെനിക്ക് ലോകലാവണ്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ. ജ്ഞാനവനുള്ളം കയ്യിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ജ്ഞാനവനുള്ളം കയ്യിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്ന
തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു, തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഈ ദിവസങ്ങളിൽ നമ്മൾ ജ്ഞാനത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് മാർച്ച് മാസം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഇത് വലിയ പ്രയോജനം ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഔദാര്യമായി തരുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. ശലോമോൻ ചോദിച്ചു വാങ്ങിയതാണ് ജ്ഞാനം. എന്നാൽ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഒരു വ്യക്തി അവനിലും അവൻ നമ്മിലുമാണ്. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിലേക്ക് വരുന്നു. ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്തു. എന്നാൽ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവൻ നമ്മുടെ ജ്ഞാനമായി തീർന്നു. ശലോമോന് ഒരംശമാണ് കൊടുത്തതെങ്കിൽ നമ്മിൽ സകലതും നിക്ഷേപമായിരിക്കുകയാണ്. ഇത് നമ്മൾ എത്രത്തോളം വെളിപ്പാടായി ഗ്രഹിക്കുമോ അതിനനുസരിച്ചാണ് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നാം ഈ സത്യങ്ങളെ ഗ്രഹിക്കണം. ശലോമോൻ്റെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ശേബാരാജ്ഞി ഭൂമിയുടെ അറുതികളിൽ നിന്ന് ശലോമോൻ്റെ ജ്ഞാനം കേൾക്കാനായിട്ട് കടന്നു വന്നു. 2 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിൽ ശേബാരാജ്ഞി ശലോമോൻ്റെ ജ്ഞാനം കണ്ട് അമ്പരന്നു. അടുത്തത് അത് 9:3 മുതൽ വായിക്കുമ്പോഴാണ് അവൻ്റെ ജ്ഞാനം കണ്ടിട്ട്. അടുത്തത് അവൻ പണിത 2-ാം വാക്യത്തിലാണ് ശലോമോൻ്റെ ജ്ഞാനവും അവൻ പണിത അരമനയും അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവൻ്റെ പാനപാത്രവാഹന്മാരെയും അവരുടെ ഉടുപ്പും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് ഒരു രാജ്ഞി അമ്പരന്ന് പോയി. അപ്പൊ എന്തെല്ലാം കണ്ടിട്ടാണ് അമ്പരന്നത്? ഒന്ന് ജ്ഞാനം, രണ്ടാമത്തേത് അല്ലെങ്കിൽ ഏത് ചോദ്യത്തിനും ശലോമോൻ മറുപടി പറഞ്ഞെന്നല്ല, സമാധാനം പറഞ്ഞെന്ന്. മറുപടി പറയുന്നതും സമാധാനം പറയുന്നതും രണ്ടാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാം, എന്നാൽ ആ വിഷയത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ അതിന് പൂർണ്ണ മറുപടി കിട്ടണം. യേശുവിൻ്റെ അടുക്കൽ വന്നവർക്ക് കിട്ടിയത് ഇതാണ്. വെറും മീൻപിടുത്തക്കാരായ ശിഷ്യന്മാർ പോയിടത്തും ആ ജനങ്ങൾക്ക് കിട്ടിയതും ഇതാണ്, സമാധാനം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. ആ സമാധാനമാണ് ജ്ഞാനത്തിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ശേബാരാജ്ഞി അമ്പരന്നത് ഈ ശലോമോൻ്റെ ജ്ഞാനമാണ്. അടുത്തത് ശലോമോൻ്റെ ജ്ഞാനം. അസാധാരണമായ ജ്ഞാനമായിരുന്നു ശലോമോൻ. ഏത് ചോദ്യത്തിനും മറുപടി മാത്രമല്ല, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു വിശേഷമായ അറിവ് ശലോമോനുണ്ടായിരുന്നു. പറയുന്നതെല്ലാം ചെറിയ കാര്യങ്ങൾ ആണെങ്കിലും അത് വലിയ കാര്യമായിരുന്നു. ഉറുമ്പിനെ നോക്കി ഉപമ പഠിപ്പിക്കുക. അത് വേനൽക്കാലത്ത് ആഹാരം ശേഖരിക്കും. അതിനറിയാം ഒരു വലിയ മഴക്കാലം വരുമെന്ന്. അങ്ങനെ ഉറുമ്പിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ രാജാക്കന്മാരെ പോലെ ഞെട്ടിച്ച മനുഷ്യനാണ് ശലോമോൻ. അടുത്തത് ശേബാരാജ്ഞി അമ്പരന്നത് അവൻ്റെ അരമന കണ്ട്. അതായത് ശലോമോൻ വരച്ച ശലോമോൻ്റെ ഡിസൈനിൽ ഒരരമന പണിതപ്പോൾ ആ കാലത്തുള്ള ആർക്കും അതുപോലെ ഒരരമന പണിയാൻ കഴിഞ്ഞില്ല. അതിൻ്റെ മുറികൾ, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ ബാത്റൂമുകൾ, അതിൻ്റെ ലിവിങ് റൂം, അതിൻ്റെ കർട്ടൻ, അതിനിട്ടിരിക്കുന്ന സംവിധാനങ്ങൾ എല്ലാം കണ്ട് അരമന കണ്ടപ്പോൾ
അതിനോട് മാച്ചാകുന്ന ഒരു ഉദ്യാനം കണ്ടപ്പോൾ ശേബാരാജ്ഞിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതായത് ദൈവം ഒരാൾക്ക് ജ്ഞാനം കൊടുത്താൽ ഒരു ഭവനം പണിയുവാൻ, ജീവിതത്തിലെ എല്ലാ പണിക്ക് വേണ്ട ജ്ഞാനവും ആ ദൈവിക ജ്ഞാനത്തിലുണ്ട്. രാജ്യം ഭരിക്കാൻ മാത്രമല്ല, ഒരു കുടുംബം പണിതെടുക്കുവാൻ, ആ കാലഘട്ടത്തിൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന നിലയിൽ അവൻ ഒരു കുടുംബജീവിതം നയിക്കാൻ തക്കവണ്ണം അവനെ ദൈവം പണിതെടുത്തു. അവൻ്റെ അരമന, അവൻ പാർക്കുന്ന ഇടം, അത് കണ്ടവർ അതിശയിച്ചു. അടുത്തതാണ്, അപ്പോൾ ഈ അരമനയെന്ന് പറയുമ്പോൾ തന്നെ ശലോമോനേക്കാൾ വലിയവനുമായി നമ്മൾ ഈ കാര്യത്തെ താരതമ്യം ചെയ്യുമ്പോൾ, ശലോമോൻ പണിത അരമന ഒരു 100 വർഷത്തിന് ശേഷം പിന്നെ കണ്ടില്ല. അവൻ്റെ മകൻ്റെ കാലത്തുണ്ടായി. അതിനുശേഷം ആ അരമന ശത്രുക്കൾ വന്ന് നശിപ്പിച്ചു, തീ വെച്ച് ചുട്ടുകളഞ്ഞു. അരമനക്കകത്തുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയി. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അതിനെ ചുട്ടുകരിക്കാൻ ആർക്കും കഴിയില്ല. പാതാള ഗോപുരത്തിന് ജയിക്കാൻ കഴിയില്ല. 2000 വർഷം കഴിഞ്ഞു. യേശുവിൻ്റെ അരമന, യേശുവിൻ്റെ കൊട്ടാരം, സഭയാകുന്ന ഈ അരമന ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ കല്ലുകളാണ് നാം. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട, ആർക്കും ഒരിക്കലും ഒരു കല്ല് പോലും ഇളക്കാൻ കഴിയാത്ത, പിശാചിന് തൊടുവാൻ പോലും കഴിയാത്ത കർത്താവിൻ്റെ സഭയാണ് നമ്മൾ. ഈ ഭൂമിയിൽ ഏറ്റവും വിശേഷതയുള്ളവരാണ് നാം നമ്മെക്കുറിച്ച് ക്രിസ്തുവിൽ അഭിമാനിക്കണം. ആർക്ക് ഇളക്കി കളയാൻ കഴിയില്ല. യേശു ഇങ്ങനെ പറഞ്ഞു, ഈ മന്ദിരത്തെ പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് പണിയും. ഒരിക്കൽ പൊളിച്ചതാണ്. യേശുവിനെ ക്രൂശിൽ അടിച്ച് തകർത്തപ്പോൾ ആ മന്ദിരത്തെ പൊളിച്ചു. എന്നാൽ യേശു 3 ദിവസം കൊണ്ട് അതിനെ പണിതു. അതാണ് സഭ. ഇനി പൊളിക്കാൻ ആർക്കും കഴിയില്ല. ഒരിക്കൽ പൊളിക്കാൻ യേശു ഏൽപ്പിച്ചു കൊടുത്തതാണ്. പൊളിച്ചോടാ കുഞ്ഞെ, പൊളിച്ചോ. എന്നാൽ 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. ഈ വാക്കിൻ്റെ അർത്ഥങ്ങളൊന്നും അന്നുള്ളവർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശുവിൻ്റെ ജ്ഞാനം പണിയുന്ന ജ്ഞാനമാണ്. ഒരിക്കലും ആർക്കും പൊളിക്കാൻ കഴിയാത്ത വലിയ പണികളുടെ ഉടമസ്ഥനാണ് നമ്മുടെ കർത്താവ്. ദൈവം നിന്നെ സഹായിക്കുമ്പോൾ, നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നീ പണിത പലതും പൊളിഞ്ഞുപോയി. നിന്റെ ബിസിനസ് പൊളിഞ്ഞുപോയി കാണും. നിന്റെ വിദ്യാഭ്യാസത്തിൽ തന്നെ 8 നില പൊട്ടിക്കാണും. സാഹചര്യങ്ങളിൽ പലതിലും നീ പൊളിഞ്ഞതാണ്. നിന്റെ സ്വപ്നങ്ങൾ പൊളിഞ്ഞു പോയി കാണും. കുടുംബജീവിതത്തിൽ പോലും വലിയ പരാജയങ്ങൾ ഉണ്ടായി കാണും. എന്നാൽ പണിയുന്നവൻ, അവൻ്റെ വിശേഷമായ ജ്ഞാനം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ഇനി ഈ അരമനയെ പൊളിക്കാൻ ആർക്കും കഴിയില്ല. യേശു പണിയുന്നത് നമ്മെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നാം പരാജയപ്പെട്ടാൽ യേശുവിൻ്റെ സഭയാണ് പരാജയപ്പെടുന്നത്. യേശുവിൻ്റെ സഭ പണിയപ്പെടും. യേശുവിൻ്റെ സഭ പരാജയപ്പെടില്ല. അതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ, യേശുവിൻ്റെ സഭയുടെ ഭാഗമായി എനിക്കോ നിങ്ങൾക്കോ, കല്ലുകളായ അവൻ്റെ കല്ലുകൾ ആയ എനിക്കോ നിങ്ങൾക്കോ ഇളകിപ്പോകാൻ കഴിയില്ല, പരാജയപ്പെടാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം, നിന്റെ വീടിനെ എത്ര നശിപ്പിക്കാൻ പിശാച് നോക്കിയാലും നടക്കുകയില്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. നമ്മളാകുന്ന കുടുംബങ്ങളെ പണിയുന്ന കാര്യമാണ് ഈ പറയുന്നത്. സഭയെന്ന് പറഞ്ഞാൽ നമ്മളാണ്. സഭയെന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. സഭയെന്ന് പറയുന്ന ഒരു സ്റ്റേജും ഒരു ബിൽഡിങ്ങും അതിനകത്ത് കുറേ കളർ ലൈറ്റും അതിനകത്ത് കുറേ മ്യൂസിക്കും ഇതെല്ലാം കൂടി ഉള്ള കെട്ടിടമല്ല സഭ. ഞാനും നിങ്ങളുമാകുന്ന അടിസ്ഥാന ജീവനുള്ള കല്ലുകളാണ്. ഇനി ഒരിക്കലും നമ്മളെ ഇളക്കിക്കളയാൻ കഴിയില്ല. ഇനി പിശാച് ഒരു വലിയ കൊടുങ്കാറ്റടിച്ചാൽ, ഈശാനമൂലം കൊടുങ്കാറ്റ് അടിച്ചെന്നിരിക്കട്ടെ, ആ കൊടുങ്കാറ്റിൽ നമ്മൾ കയറിയ കപ്പൽ തകർന്നിരിക്കട്ടെ, പേടിക്കണ്ട. അതിനേക്കാൾ നല്ല കപ്പൽ, അലക്സാന്ദ്രിയ കപ്പൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 27-28 വായിക്കുമ്പോൾ കാണുന്നത്. ഒന്ന് ഉടച്ചാൽ അതിനേക്കാൾ നല്ലത് ഒരുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മെ തോൽപ്പിക്കാൻ പാതാള ഗോപുരത്തിന് കഴിയില്ല. ഒരു രോഗം വന്നാൽ, രോഗം വരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു രോഗം വന്നാൽ രോഗശാന്തി ശുശ്രൂഷയോടുകൂടി പിശാചിൻ്റെ
പാതാള ഗോപുരത്തെ നമ്മൾ തീ വെച്ച് ചുട്ടുകളയും. അവൻ്റെ കയ്യിലിരിക്കുന്ന ജനങ്ങളെയെല്ലാം നമ്മൾ വിശ്വാസത്തിലേക്ക് നയിക്കും. പിശാച് ഒരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. വന്നാൽ ആ കടക്കണിയിൽ നിന്ന് നമ്മൾ പുറത്തു വരിക മാത്രമല്ല, ആയിരങ്ങൾക്ക് കൊടുക്കുന്നവരായി നമ്മൾ എഴുന്നേറ്റ് വരും. എത്ര പേർ ഈ പുതിയ മാസം ഇതിന് ആമേൻ പറയാനുണ്ട്? ഈ മാർച്ച് മാസം അത് കർത്താവ് ചെയ്തിരിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്താൽ ഒരു കാര്യം അസാധ്യമല്ല. അപ്പോൾ ശേബാരാജ്ഞി ശലോമോന്റെ അരമന കണ്ട അമ്പരന്നെങ്കിൽ, ഇനിയുള്ള നാളുകളിൽ യേശുക്രിസ്തുവിൻ്റെ സഭ കണ്ടിട്ട് ലോകം അമ്പരക്കണം. സഭയിലായിരിക്കണം ഏറ്റവും നല്ല ടെക്നോളജി, സഭയിലായിരിക്കണം ഏറ്റവും നല്ല സംവിധാനങ്ങൾ, സഭയ്ക്കായിരിക്കണം ഏറ്റവും നല്ല സാമ്പത്തിക ഭദ്രത, സഭയ്ക്കായിരിക്കണം ഏറ്റവും നല്ല കഴിവുകൾ, ടാലന്റുകൾ. മ്യൂസിക് സഭയുടേതായിരിക്കണം, ആരാധന, പാട്ടുകൾ എല്ലാം സഭയുടേതായിരിക്കണം. പിശാച് കൊണ്ടുപോയ മീഡിയയെ സഭ തിരിച്ചു പിടിക്കും. അത് എൻ്റെ പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞ ഒരു പ്രവചനമാണ്. ശത്രു കൊണ്ടുപോയ മീഡിയയെ സഭ തിരിച്ചു പിടിക്കും. കാരണം ഇത് സഭയുടെ കയ്യിലിരിക്കേണ്ടതാണ്. മനുഷ്യർക്ക് ജ്ഞാനം കൊടുത്തു, ക്യാമറ കണ്ടുപിടിക്കുവാൻ, മ്യൂസിക് കണ്ടുപിടിക്കുവാൻ, ഇൻസ്ട്രുമെൻറ്റുകളിലൂടെ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ കണ്ടുപിടിക്കാൻ. ഇത് ദൈവം മനുഷ്യന് കൊടുത്ത ജ്ഞാനം, പിശാചിൻ്റെ ഉപകരണമായിട്ട് വെക്കാനുള്ളതല്ല. അതുകൊണ്ട് പിശാച് കൊണ്ടുപോയ മ്യൂസിക് സംവിധാനങ്ങൾ എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. ഒരു കാലത്ത് TBN എന്ന ഒരു നെറ്റ്വർക്ക്, ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് തന്നെ ക്രിസ്തീയ സമൂഹം വില കൊടുത്ത് വാങ്ങിയതൊക്കെ ഇങ്ങനെയാണ്. എങ്ങനെ? ലോകത്തിൻ്റെ കയ്യിലായിരുന്നു TBN. അത് ദൈവസഭ വില കൊടുത്ത് വാങ്ങി. അത് ദൈവ ജനത്തിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയതുപോലെ ഇന്ന് പല ചാനലുകളും യേശുവിൻ്റെ സഭയുടേതായി മാറും. ഇന്ന് പ്രവർത്തിക്കുന്ന പല ചാനലുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മാത്രം ഉയർത്തുന്നതാകുമെന്ന് ഞാൻ പ്രവചിക്കുന്നു. മീഡിയകൾ മുഴുവനും യേശുവിന് വേണ്ടി സംസാരിക്കുവാൻ മീഡിയകൾ രംഗത്ത് വരുന്ന ഒരു സമയം വരും. കാരണം അവർക്ക് സ്വസ്ഥതയില്ല. മീഡിയകളിലൂടെ അനാവശ്യമായ കാര്യങ്ങൾ, പ്രോഗ്രാമുകൾ ഇട്ട് മീഡിയകളിൽ ചാനലുകൾ പൊളിഞ്ഞ് തകർന്നു പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർ കർത്താവിലേക്ക് നോക്കും. കർത്താവേ സഹായിക്കണമേ. അപ്പോൾ സഭയുടെ ആവശ്യം വരും. ദൈവദാസന്മാർ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടും. വർഷിപ്പ് ലീഡേഴ്സ് ചാനലുകളിൽ അവർ പറയും ഫ്രീ ആയിട്ട് പ്രോഗ്രാം നടത്തിക്കൊള്ളാൻ പറയും. അങ്ങനെ ചാനലുകളെ രക്ഷിക്കുവാൻ ദൈവസഭ രംഗത്ത് വരും. ഞാൻ ഇത് പ്രവചിക്കുകയാണ്. ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണും. എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മീഡിയകൾ കർത്താവിങ്കിലേക്ക് തിരിയും. കാരണം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനേക്കാൾ വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് യേശുവിൻ്റെ വലിയ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ മീഡിയ വേഗത്തിൽ പ്രവർത്തിക്കണം. അതിനുവേണ്ടി രാജാവിൻ്റെ വരവിന് മുമ്പ് സകല മീഡിയകളും യേശുവിലേക്ക് തിരിയും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്ന പ്രവചന നിവൃത്തി കർത്താവിലേക്ക് എല്ലാ മീഡിയകളും തിരിയുമ്പോൾ അതിനുവേണ്ടി ദൈവമക്കൾ ഒരുങ്ങണം. വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ, പ്രസംഗിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ. രാജാവിൻ്റെ വരവിന് മുമ്പ്, രാജാവിൻ്റെ എഴുന്നള്ളത്തിന് മുമ്പ് ആമേൻ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. അപ്പോൾ അരമന കണ്ട് ശേബാരാജ്ഞി അമ്പരന്നെങ്കിൽ ദൈവസഭയുടെ മഹത്വം കണ്ട് ഈ കാലഘട്ടം അമ്പരക്ക്. അടുത്തത് അവൻ്റെ മേശയിലെ, ശലോമോൻ്റെ മേശയിലെ ഭക്ഷണം കണ്ട് ശേബാരാജ്ഞി അമ്പരന്ന് പോയി. അവളുടെ വീട്ടിൽ കഴിക്കാനും കുടിക്കാനൊക്കെ ഉള്ളതാണ്. എന്നാൽ ഇതുപോലെ കഴിക്കുന്ന, ഇതുപോലെ വിളമ്പുന്ന, ഇതുപോലെ അവളുടെ ഐറ്റംസ് അവൾ കണ്ടിട്ട് പോലുമില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പം, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും, എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. ശലോമോന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച എല്ലാവരും മരിച്ചു, ശലോമോനും മരിച്ചു. എന്നാൽ യേശുവിനെ ഭക്ഷിക്കുന്നവർ, യേശു കർത്തൃമേശ സ്ഥാപിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ, എൻ്റെ രക്തം, എൻ്റെ ശരീരം. നിങ്ങളെ അപ്പം ഭക്ഷിക്കുമ്പോൾ, പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട്.
ശലോമോന്റെ മേശയേക്കാൾ വലുതാണ് കർത്താവിൻ്റെ മേശ. എത്ര പേരത് ആമേൻ പറയും? ശലോമോന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചവർ മരിച്ചു, ശലോമോനും മരിച്ചു. എന്നാൽ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവർക്ക് മരിക്കാൻ കഴിയില്ല. കാഹളം ധ്വനിക്കുമ്പോൾ പുതു ശരീരത്തോടെ അവർ ഉയർത്തെഴുന്നേൽക്കും. അടുത്തത്, ശലോമോന്റെ ഭൃത്യന്മാരുടെ നിലവാരം ഭയങ്കരമായിരുന്നു. സമയക്കുറവുകൊണ്ട് ശുശ്രൂഷകന്മാരുടെ ശ്രേഷ്ഠത, ശുശ്രൂഷകന്മാരുടെയും വേലക്കാരുടെയും നിലവാരം കണ്ട് ശേബാരാജ്ഞി അമ്പരന്നു. അതായത് നന്നായി ശുശ്രൂഷ ചെയ്തവർ തങ്ങൾക്ക് തന്നെ നല്ല നിലയുണ്ടാക്കുമെന്ന്. ശലോമോന്റെ ശുശ്രൂഷകന്മാരെ കണ്ട് അമ്പരന്നെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷകന്മാരെ കണ്ടാൽ ലോകം അതിശയിക്കണം. ദൈവദാസന്മാരായിരിക്കണം ഏറ്റവും മുൻനിരയിൽ, ദൈവ വേല ചെയ്യുന്നവരായിരിക്കണം സകലത്തിലും ശ്രേഷ്ഠമായി ജീവിക്കേണ്ടത്. ഇത് പറയുമ്പോൾ ആർഭാടമാണെന്ന് ചിന്തിക്കുന്നവർ ഏറ്റെടുക്കണ്ട. ഇത് പറയുമ്പോൾ ഇത് ദൂതായി എന്നോടാണെന്ന് ചിന്തിക്കുന്നവർ ഇതിനെ ഏറ്റെടുത്താൽ മതി. ചിലർക്കിത് വേണ്ട. ഒരിക്കൽ ഞാനൊരു മീഡിയയിലൂടെ പ്രസംഗിച്ചു. ഒരു ദൈവദാസന് ഒരു വലിയ സാമ്പത്തികമായ അനുഗ്രഹം വീട് പണിയോടുള്ള ബന്ധത്തിൽ കർത്താവ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേഴ്സ് വർദ്ധിച്ചു, ലക്ഷങ്ങൾ ആ പേഴ്സിൽ നിന്ന് വന്നു. ഉടനെ എന്നെ ചിലർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവർ ബൈബിൾ ഭയങ്കരമായിട്ട് പഠിച്ചവരാണ്. ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ദൈവദാസൻ, നല്ലൊരു ദൈവദാസൻ, അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളരുത്. നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളിത് വിശ്വസിച്ചാൽ ഇത് നിങ്ങളുടെ വീട്ടിൽ നടന്നാലോ, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഉൾക്കൊള്ളരുത്. അതിൻ്റെ അർത്ഥം, ഇത് കേൾക്കുമ്പോൾ, ഇത് വിശ്വസിക്കുമ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നടക്കും. ഇത് വരാതിരിക്കാൻ, ചിലർക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പിശാചി വിതയ്ക്കുന്നതിനെ പറവജാതി വന്ന് കൊത്തിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞ പോലെ വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം, നൂറുമേനി വിളവില്ലാതെ വണ്ണം അതിനെ ഒതുക്കാൻ, ഈ നല്ല സാക്ഷ്യങ്ങളെ അകത്തോട്ട് കടക്കാതെ വണ്ണം പറവജാതി കൊത്തിക്കൊണ്ടു പോകുന്നതാണ്. നല്ല നിലത്ത് വീണതേ നൂറുമേനി വിളവുണ്ടാകും. ഉൾക്കൊള്ളാത്തവർ ഉൾക്കൊള്ളരുത്. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, എന്നാൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല. ദൈവവേലക്കാർ ഏറ്റവും ശ്രേഷ്ഠരായി മാറും. ഈ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിൽ ദൈവദാസന്മാർ വിമാനങ്ങൾ വാങ്ങി. അതൊക്കെയാണ് ഭയങ്കര വിമർശനം. ദുരുപദേശകന്മാരാണ്. ഒരു ദൈവദാസൻ, ചാകാനിരുന്ന ഒരു ദൈവദാസൻ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ദൈവം തന്നെ ഉയർത്തി. ദൈവം തനിക്കൊരു വിമാനം കൊടുത്തു. ഉടനെ തുടങ്ങി വഴക്ക്. ഒരു ദൈവദാസന് നല്ല വീട് വെക്കാൻ പാടില്ല, ദൈവ വേലക്കാരൻ നന്നായിട്ട് ജീവിക്കാൻ പാടില്ല. വിമർശനങ്ങൾ മുഴുവനും ഈ ദൈവസഭകളിൽ വരുന്ന വിശ്വാസികളാണ് ഒന്നാം സ്ഥാനത്ത്. ലോകമനുഷ്യരല്ല, വിശ്വാസികൾ. പിശാച് എന്തോരം ഹൃദയത്തെ കുരുടാക്കിയല്ലേ. വിശ്വസിക്കും. ഒരു സഭയിലെ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ടാൽ, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ദൈവവേലക്കാർ അനുഗ്രഹിക്കപ്പെട്ടാൽ, ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ വന്നവർ കടമെങ്കിലും മേടിക്കാതെ നിങ്ങളുടെ മുമ്പിൽ കയ്യെങ്കിലും നീട്ടാതെ പോകുമല്ലോ. മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ആ ദൈവദാസനോട് ഞങ്ങൾക്ക് ഒരു സഹായം തരണമെന്ന് ചോദിച്ചുകൂടെ? അപ്പം നമ്മുടെ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ നമ്മേക്കാൾ ശ്രേഷ്ഠരാകട്ടെ, അവർ നമ്മേക്കാൾ ഉയരണം. ആ ദൈവഭൃത്യന്മാരുടെ, ശലോമോന്റെ വേലക്കാരുടെ ആ മാന്യത കണ്ട് ശേബാരാജ്ഞി അമ്പരന്നെങ്കിൽ ജ്ഞാനികളെക്കാൾ ജ്ഞാനിയായ, ജ്ഞാനികളിൽ വലിയവനായ, ശലോമോനേക്കാൾ വലിയവനായ യേശു എന്ന രാജാവിൻ്റെ വേലക്കാർ എത്ര ശ്രേഷ്ഠമായി ജീവിക്കണം. ഇത് വിശ്വാസത്താൽ പിടിക്കുന്നവർ ഈ മാർച്ച് മാസം വിടുതൽ കാണും. അടുത്തത് പാനപാത്ര വാഹകന്മാരുടെ എഴുന്നേൽപ്പും നടപ്പും അവരുടെ വസ്ത്രവും. അതായത് വീഞ്ഞ് പകർന്നു കൊടുക്കുന്നവർ. നമ്മെ ദൈവം വിളിച്ചത് രാജാവിൻ്റെ പാനപാത്ര വാഹകന്മാർ. രാജാവിനെ ലഹരി പിടിപ്പിക്കുക, ആരാധന, പാട്ട്, പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവിനെയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുവിനെയും ലഹരി പിടിപ്പിക്കുന്ന, വീഞ്ഞു വഹിക്കുന്നവരാണ് നാം. ഇത് യോവേൽ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ലഹരിയല്ല, ഇത് അന്ത്യകാലത്തെ ലഹരിയാണ് എന്ന് പറഞ്ഞ പത്രോസ് പറഞ്ഞ പോലെ നാം ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ
പാനപാത്രവാഹകർ. അതായത് യേശുവിനെ ലഹരി പിടിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ ലഹരി, ആരാധനയുടെ ലഹരി, വിശ്വാസത്തിൻ്റെ ലഹരി. ഇതാണ് കർത്താവിൻ്റെ ലഹരി. കർത്താവ് വിശ്വാസത്താൽ ലഹരി പിടിച്ചവനായിരുന്നു, ദൈവസ്നേഹത്താൽ ലഹരി പിടിച്ചവനായിരുന്നു. ആ ഒരു അഡിക്ഷനിലായിരുന്നു യേശു ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്തത്. അപ്പോൾ പാനപാത്രവാഹകന്മാർ, നമ്മൾ യേശുവിൻ്റെ പാനപാത്രവാഹകന്മാർ. അടുത്തത് ദേവാലയത്തിലേക്കുള്ള എഴുന്നള്ളത്ത് കണ്ട് ശേബാരാജ്ഞി ശലോമോൻ്റെ യാത്ര കണ്ട് അമ്പരന്നു. പറഞ്ഞവസാനിപ്പിക്കാം. ശലോമോൻ്റെ ആ ഒരുക്കവും ദേവാലയത്തിലേക്കുള്ള ആ ഒരുക്കവും യാത്രയും കണ്ട് അമ്പരന്നെങ്കിൽ, ഇതാ യേശു 1000 വിശുദ്ധന്മാരോടുകൂടെ മധ്യാകാശത്തിൽ നിന്ന് ആ വെള്ള കുതിരപ്പുറത്ത് യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്ത്, യെരുശലേം ഒലിവുമല 2 പിളരുന്നതും, യേശു അവിടെ വന്ന് രാജ്യം സ്ഥാപിക്കുന്നതും, ദേവാലയത്തിലേക്ക് വരുന്നതും, യുദ്ധത്തിൽ അന്തിക്രിസ്തുവിനെ കീഴ്പ്പെടുത്തുന്നതുമായ ആ മഹത്തായ എഴുന്നള്ളത്ത്, യേശുവിൻ്റെ 2ാമത്തെ വരവ്, അത് നമ്മുടെ ജീവിതത്തെ എത്രയധികം ആനന്ദമുള്ളതാക്കും. നമ്മളെ അമ്പരപ്പിക്കുന്ന, ലോക മനസ്സാക്ഷിയെ പോലും കുലുക്കുന്ന, കർത്താവ് വരുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല, ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ കണ്ണുകളും അവനെ കുത്തി തുളച്ച് നോക്കും എന്ന് പറയും. എല്ലാ കണ്ണുകളും അത് കാണും. ഇന്ന് കേട്ട പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നവർ പോലും അമ്പരക്കുന്നൊരു സമയം വരുന്നു. അവൻ്റെ ആലയത്തിലേക്കുള്ള എഴുന്നള്ളത്ത്, യെരുശലേം ദേവാലയത്തിലേക്ക് യേശു കടന്നു വരും. അന്ന് അവൻ്റെ കൂടെ 1000 വിശുദ്ധന്മാരുടെ കൂടെ മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ യേശുവിനോടുകൂടി ആയിരിക്കുന്ന നാം അവനോടുകൂടെ ഈ ഭൂമിയിലേക്ക് വന്ന് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. ഇതാണ് ശലോമോനേക്കാൾ വലിയവനോടുകൂടെയുള്ള ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. ഈ പ്രതീക്ഷകളുള്ളവർ ഈ പ്രത്യാശയിൽ ജീവിക്കണം, ബലപ്പെടണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാത്തവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, യേശു കർത്താവേ എൻ്റെ ഉള്ളിലേക്ക് വരണേ എന്നൊരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നോട് ചേർന്ന് ഏറ്റു പറയാമോ? യേശുവേ, രാജാവേ, അവിടുന്ന് എൻ്റെ ഉള്ളിലേക്ക് വരണമേ. അങ്ങയെ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുവാൻ എന്നെ സഹായിക്കണം. ആമേൻ. യേശു ക്രിസ്തുവിനെ ആര് കൈക്കൊള്ളുന്നുവോ അവർ ദൈവമക്കളാണ്. അവർ ശലോമോനേക്കാൾ വലിയവരാണ്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കുക. യേശുവേ, ഇന്ന് കേട്ട വചനങ്ങൾ ഈ മക്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. ഒരു ചരിത്രത്തെ ചമയ്ക്കുവാൻ ഈ മക്കളെ അങ്ങ് സഹായിക്കണം. ഞാനിവരെ അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. പിശാചിൻ്റെ പ്രവർത്തികൾ ഈ വീടുകൾ വിട്ട് അഴിഞ്ഞു മാറട്ടെ. രോഗസൗഖ്യങ്ങളും വിടുതലുകളും നടക്കട്ടെ. ഭൂതബാധകൾ ഈ വീടുകൾ വിട്ടുമാറട്ടെ, വ്യക്തികളെ വിട്ടുമാറട്ടെ. വിദ്യാഭ്യാസത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ കുടുംബങ്ങൾ യേശുവിന് വേണ്ടി വലിയ ശുശ്രൂഷകൾ ചെയ്യുന്ന കുടുംബങ്ങളാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് വിശ്വസിക്കാം. ഈ ആഴ്ചയിൽ മുഴുവനും നമുക്ക് ദൈവവചനത്തിൽ നിറയുവാൻ കൃപ തന്നു. പുതിയ മാസം, പുതിയ ദൈവ ആലോചനകൾ ദൈവം ഇനിയും നമുക്ക് തരാനുണ്ട്. വിശ്വസിക്കാൻ. നാളത്തെ സഭായോഗം രാവിലെ 8 മണിക്കാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറയുന്നു, കർത്താവിൽ വളരെ പ്രസിദ്ധനായ തങ്കസെൽവം എന്ന ദൈവദാസൻ കുടുംബമായി നമ്മുടെ പ്രൈസ് ജനറേഷൻ സഭയിലേക്ക് വരുന്നു. അസാധാരണമായ ഒരു ആത്മപകർച്ച നടക്കും. അതുകൊണ്ട് എല്ലാ യുവനക്കാരും, എല്ലാ മാതാപിതാക്കളും ഞായറാഴ്ച നാളെ രാവിലെ 8 മണിക്ക് സഭായോഗത്തിൽ നേരത്തെ തന്നെ വന്ന് മുൻവശത്തെ സീറ്റുകളെയെല്ലാം സ്വന്തമാക്കണം. ഒരു വലിയ ആത്മപകർച്ചയുണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.